മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എംഎൽഎയും സഞ്ചരിച്ച കാർ KSRTC ബസ്സിന് കുറുകെയിട്ടതിന്റെ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ്. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്ത്. തിരുവനന്തപുരം പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിലാണ് കാർ കുറുകെയിട്ട് KSRTC ഡ്രൈവറുമായി തർക്കമുണ്ടായത്. സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ടല്ല തർക്കമുണ്ടായതെന്നും ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചതാണ് ചോദ്യം ചെയ്തതെന്നും ആര്യയുടെ വിശദീകരണം. അദ്ദേഹം അതേ സമയത്ത് വളരെ അസഭ്യമായ രീതിയിൽ ലൈംഗിക ചൊവ്വയോടുകൂടി ഒരു ആക്ഷൻ ഞങ്ങളെ കാണിക്കുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു KSRTC ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ രണ്ട് സ്ത്രീകൾ എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ അതിൽ അസ്വസ്ഥരായിരുന്നു. ആ അസ്വസ്ഥത ഞങ്ങള് അവിടെ അദ്ദേഹത്തിനോട് അത് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ കാണിച്ചത് എന്ന് ചോദിക്കണമെന്നാണ് ഞങ്ങൾ കരുതിയത്. അത് നിയമപരമായി അതിനെ നേരിടണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. സംസാരിക്കാൻ വേണ്ടി ആദ്യം ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹം വളരെ റൈസായിക്കൊണ്ട്, ആ വീഡിയോയിൽ കാണുന്നത് പോലെ വളരെ റൈസായിക്കൊണ്ട് നിങ്ങൾ ആരാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. പല ആവർത്തി നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ കാണിച്ചത്, ഇങ്ങനെ ഒരു ലൈംഗിക ചുവയോടുകൂടി നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ കാണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മറ്റു പല കാര്യങ്ങൾ പറയുകയും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം ഞങ്ങൾ തന്നെ നിന്ന സൈഡിലേക്ക് അതിന്റെ കവർ വലിച്ചെറിയുകയുമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് TS ഹരികൃഷ്ണ ചേരുന്നു. ഹരികൃഷ്ണ, ഇത് കുറച്ചധികം വിവാദത്തിലേക്ക് പോകുന്നത് പോലെ തോന്നുന്നു. കാരണം ഈ വാഹനം ഓടിക്കൊണ്ടിരുന്ന ഒരു വാഹനത്തിൽ നിരവധി യാത്രക്കാരുള്ളതാണ്. അപ്പോൾ ആ ഒരു ബസ്സിന് കുറുകെ കാർ കൊണ്ടുവന്ന് നിർത്തി, നമ്മളൊക്കെ സാധാരണ ഭാഷയിൽ സിനിമാ സ്റ്റൈലിൽ എന്നൊക്കെ പറയും പോലെ ഒരു ചോദ്യം ചെയ്യൽ വേണ്ടിയിരുന്നോ എന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയം. നിയമപരമായി അതിനെ നേരിടാമായിരുന്നു. വാഹനം ഓടി വരുന്ന റൂട്ടിൽ ഏറ്റവും അടുത്ത പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുകയോ അധികൃതരുമായി മേയർ എന്നുള്ള നിലയിൽ ബന്ധപ്പെടുകയോ ചെയ്തുകൊണ്ട് അതിൽ ഇടപെടാമായിരുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ പ്രതികരണങ്ങൾ ഉണ്ടാവുന്നത്. ശരിക്കും സംഭവിച്ചത് എന്താണ്? ഡ്രൈവറുടെ ഭാഗത്തു നിന്ന് എന്ത് വിശദീകരണമാണ് ഇതിനെതിരെ ഉണ്ടാവുന്നത്? ഇപ്പോൾ രണ്ട് CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. നമ്മൾ സംരക്ഷണം ചെയ്യുന്നതും അതാണ്. അതിൽ ആദ്യത്തേത് പ്ലാമൂട് നിന്നുള്ളതാണ്. പ്ലാമൂട് ഭാഗത്തുകൂടി KSRTC ബസ്സും ഒപ്പം തന്നെ മേയറും MLAയും സഞ്ചരിച്ചിരുന്ന വാഹനവും സമാന്തരമായി കടന്നു പോകുന്നത് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സച്ചിനോട് സംസാരിക്കുമ്പോൾ സച്ചിൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ ഭാഗത്ത് വെച്ച് തന്നെ KSRTC ബസ് അമിത വേഗതയിലായിരുന്നു. മാത്രമല്ല ആ ഒരു പ്ലാമൂട് ജംഗ്ഷൻ്റെ ആ ഭാഗത്തൊരു വളവുണ്ട് സിഗ്നൽ കഴിഞ്ഞിട്ട്. അവിടെയൊക്കെ ഒരു കാറിലും ഒപ്പം തന്നെ ഒരു ഓട്ടോറിക്ഷയിലും തട്ടിയില്ല എന്നുള്ള രീതിയിലാണ് ബസ് കടന്നുപോയത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് ആ ഭാഗത്ത് അപകടകരമായ രീതിയിൽ വാഹനം കടന്നുപോയത് എന്നുള്ളതാണ് അവരുടെ വിശദീകരണം. ഇനി ഈ സംഭവങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടാവുന്നത് സാഫല്യം കോംപ്ലക്സിന് മുൻവശത്ത് ആ യൂണിവേഴ്സിറ്റി കോളേജിന് ഓപ്പോസിറ്റുള്ള ആ സിഗ്നലിൽ വെച്ചാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ KSRTC ബസ്സിന് കുറുകെ കൊണ്ട് വാഹനം ഇട്ടു. അതുമായി ബന്ധപ്പെട്ട് മേയറോട് എന്താണ് പറയാനുള്ളത് എന്ന് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ മേയർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ സിഗ്നൽ ഉണ്ടായിരുന്നു, ട്രാഫിക് സിഗ്നൽ ആയിരുന്നു, ചുമന്ന ലൈറ്റ് ആയിരുന്നു. ആ സമയത്ത് ബസ്സിന് മുൻവശത്താണ് കാറ് കൊണ്ടിട്ടത്. ബസ് പിന്നെ എടുത്തുകൊണ്ട് പോകാതിരിക്കാവുന്ന രീതിയിലാണ് കാറ് കൊണ്ട് പാർക്ക് ചെയ്തത്. അതിനുശേഷം ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നത് ആ സമയത്ത് ഒരു പക്ഷേ ചുമന്ന ലൈറ്റ് ആയിരുന്നിട്ടുണ്ട്. പക്ഷേ ബസ്സിന് കുറുവെ കാറ് കൊണ്ടിട്ട് അവർ ഇറങ്ങി വന്ന് സംസാരിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം സിഗ്നൽ ഓൺ ആയതിനു ശേഷമാണെന്ന് തോന്നുന്നു ആ കാറ് നേരെ പാർക്ക് ചെയ്യുന്നതും CCTV ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം അതിന് തൊട്ടടുത്തുള്ള മറ്റു വാഹനങ്ങൾ അവിടുന്ന് പാസ് ചെയ്ത് പോകുന്നത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. അതാണ് ആ ദൃശ്യങ്ങൾ. അതിലെ യാത്രക്കാർക്ക് അപകടകരമാം വിധം, അവരുടെ ജീവന് വരെ ഹാനികരമാവുന്ന വിധത്തിൽ വാഹനം ഓടിച്ചത് ചോദ്യം ചെയ്തപ്പോഴാണ് അശ്ലീല ആംഗ്യം കാണിച്ചത് എന്ന് മറ്റുമായിരുന്നു ആദ്യം നമുക്ക് ലഭിച്ചിരുന്ന വിവരങ്ങൾ. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. വളരെ വേഗത്തിൽ വാഹനം ഓടിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. മാത്രമല്ല കൂടെയുണ്ടായിരുന്ന സച്ചിൻ MLA അതിനുള്ളിൽ യാത്രക്കാരെ ഇറക്കിവിടാൻ ശ്രമം നടത്തിയെന്ന തരത്തിൽ ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് ഒരു ആരോപണം ഉണ്ടായിരുന്നു. ഇതിന്റെ നിജസ്ഥിതി എന്താണ്? അങ്ങനെ ആ ഒരു ആരോപണത്തിന് ഒരു അടിസ്ഥാനവും ഇല്ല എന്നാണ് മേയർ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യവും മേയറോട് ചോദിച്ചിരുന്നു. അതായത് വാഹനത്തിനകത്ത് കയറി എന്തെങ്കിലും തരത്തിൽ യാത്രക്കാരെ ഇറക്കി വിടാനോ അങ്ങനെ എന്തെങ്കിലും നീക്കം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, വാഹനത്തിനകത്ത് കയറിയിട്ടില്ല എന്നാണ് മേയർ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. മറ്റൊന്ന്, ഈ
വാഹനത്തിൽ, അതായത് KSRTC ബസ്സിൽ യാത്ര ചെയ്തവരുടെ അവർക്ക് അപകടകരമായ രീതിയിൽ എന്തെങ്കിലും വാഹനം കടന്നുപോയോ എന്നുള്ള ദൃശ്യങ്ങളാണ്. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിൽ നിന്ന് നമുക്കത് മനസ്സിലാവുന്നില്ല. സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ്, സ്വാഭാവികമായിട്ടും സ്പീഡിനായിരിക്കും പോവുക. പക്ഷെ നമ്മൾ ആ കാണുന്ന ഭാഗത്ത്, പ്ലാമൂട് ഭാഗത്ത് 2 വാഹനങ്ങളും സമാന്തരമായി യാത്ര ചെയ്താണ് പോകുന്നത്. പിന്നെ ഇവർ പറയുന്നതാണ് ആ വളവിൻ്റെ ഭാഗത്ത് വെച്ച് കാറിനെയും ഓട്ടോറിക്ഷയും ഒക്കെ ഇടിക്കാൻ പോകുന്നുവെന്ന്. അത് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. നമുക്ക് കിട്ടിയ ദൃശ്യങ്ങൾ വെച്ച് നമുക്ക് പറയാൻ സാധിക്കുക ഇത്രയും കാര്യങ്ങളാണ്. ശരി ഹരികൃഷ്ണ. ഏതായാലും സമൂഹ മാധ്യമത്തിലടക്കം നിരവധി ചർച്ചകൾ ഇങ്ങനെ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജോലി തടസ്സപ്പെടുത്തി അങ്ങനെ ഒരു വാഹനം കുറുകെ വെച്ചു? എല്ലാവർക്കും മാതൃകാപരമായി പെരുമാറേണ്ട ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടതാണോ അത്? ഇതിന് നിയമപരമായ നടപടികളുമായി മാതൃകാപരമായി മുന്നോട്ട് പോകാമായിരുന്നില്ലേ എന്ന തരത്തിലും ഒരുപാട് ചർച്ചകളൊക്കെ സമൂഹ മാധ്യമങ്ങളിലടക്കം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ എന്തുകൊണ്ട് സ്ത്രീകളെ അത്തരം അശ്ലീല ആംഗ്യം കാണിച്ചു? അങ്ങനെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നുകൊണ്ട്, സർക്കാർ സേവകനായിരുന്നുകൊണ്ട് ആ തരത്തിൽ പെരുമാറാൻ പാടുള്ളതാണോ? മാതൃകാപരമായ പെരുമാറ്റം വേണ്ടിയിരുന്നില്ലേ എന്ന തരത്തിലും ചർച്ചകൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.